സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പ് എന്ന പടക്കളത്തിലേക്ക് ഇറങ്ങിയ ദമ്പതികളായ വിനയനും സബിത വിനയനുമാണ് നമുക്കൊപ്പമുള്ളത്. ഇവരുടെ കുടുംബജീവിതവും പൊതുജീവിതവും കൈകോർത്തുകൊണ്ടുള്ള രാഷ്ട്രീയ യാത്രയിലെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ സബിത വിനയകുമാർ, നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ നിലവിലെ മെമ്പറാണ്. ഇനി 3-ാം വാർഡിലാണ് മത്സരിക്കാൻ പോകുന്നത്. വാർഡ് 3 മൂക്കുതല. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നന്നമുക്ക് പഞ്ചായത്തിലെ 13-ാം വാർഡിൽ മെമ്പറായി സേവനമനുഷ്ഠിച്ച സബിത വിനയകുമാർ ഇത്തവണ 3-ാം വാർഡിൽ നിന്നാണ് മത്സര രംഗത്തെത്തുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം വാർഡ് 3 നൽകിയതോടെയാണ് വാർഡ് മാറ്റം നടന്നത്. ഭർത്താവ് വിനയകുമാറിനോടൊപ്പം ചേർന്നാണ് സബിതയുടെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. വിനയകുമാർ ആദ്യം 2005-ൽ BJPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും 72 വോട്ടിന് പരാജയപ്പെട്ടു. പിന്നീട് 2015 മുതൽ 2020 വരെ 13-ാം വാർഡിൽ വിജയിച്ച വിനയകുമാർ മെമ്പറായി. അതിനുശേഷം വനിതാ റിസർവേഷൻ വന്നതോടെ ജനപ്രതിനിധിയായി ഭർത്താവിന്റെ സേവനം ഏറ്റെടുക്കുകയായിരുന്നു സബിത ചെയ്തത്. രാഷ്ട്രീയ പശ്ചാത്തലമായി വലിയ ചരിത്രമൊന്നുമില്ലെങ്കിലും കുടുംബത്തിൽ അച്ഛൻ കോൺഗ്രസുകാരനായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം വഴി ജനങ്ങളോടുള്ള പ്രതിബദ്ധതയോടെയായിരുന്നു വിനയകുമാറിന്റെ വളർച്ച. 13-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 83 വോട്ടിന് വിജയിച്ച വിനയകുമാർ ഇതുവരെ 3 ഇലക്ഷനുകളിൽ മത്സരിച്ചിട്ടുള്ളതും ഇപ്പോൾ 4-ാം തവണയാണ് ജനവിധിക്ക് മുന്നിൽ എത്തുന്നതും. വാർഡിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ പൂർത്തീകരണം, ജനസേവനം ഇവയെല്ലാം തന്നെ വിനയകുമാറിന്റെ കാലത്ത് വലിയ പിന്തുണ നേടിയിരുന്നു. അതേ പിന്തുണയും വിശ്വാസവും അടിസ്ഥാനമാക്കി സബിത രംഗത്തിറങ്ങി. ഭർത്താവ് പൂർത്തിയാക്കാൻ ആരംഭിച്ച പദ്ധതികളും ജനകീയ പ്രശ്നങ്ങളും സ്ത്രീകളുടെ ക്ഷേമകാര്യ പരിപാടികളും മുൻഗണന ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് അവർക്കുള്ള പ്രതിജ്ഞ. ജനങ്ങൾ നൽകിയ പിന്തുണയും അനുഭവങ്ങളും കൂട്ടാളികളായി ഒരു പുതിയ കാലഘട്ടത്തിനായി അവർ വീണ്ടും മുന്നോട്ട് വരികയാണ്. CNTV ചങ്ങരംകുളം.